ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ സ്പെഷ്യൽ ഉണക്കക്കപ്പയും ഗ്രൗണ്ട് ബീഫും ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉണക്കക്കപ്പ 2-3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കുതിർന്ന് കുറച്ച് പാകത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്രൗണ്ട് ബീഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് ഒരു 3-4 വലിയ ചുള വെളുത്തുള്ളിയായിരുന്നേ. അപ്പോൾ ഞാനൊരു 5 വെളുത്തുള്ളിയും പിന്നെ നല്ല നീളത്തിലൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് മിസ്റ്റർ കെട്ടിയനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് കിച്ചൺ ഡ്യൂട്ടിയിൽ ഓഫാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കപ്പയൊക്കെ വേവിച്ചിട്ടേക്കണത് എന്തോന്നൊക്കെ എടുത്ത് നോക്കണ്ട. ഉണക്കക്കപ്പയായിട്ട് എനിക്ക് ഉപ്പിൻ്റെ പാകമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ കുറഞ്ഞു പോയായിരുന്നു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി എല്ലാം സെറ്റാക്കി എടുത്തു. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ബീഫിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം സമയം കൊണ്ട്, കപ്പ വേവുന്ന സമയം കൊണ്ട് കേട്ടോ. അതിന് ഫസ്റ്റ് നമ്മൾ എണ്ണയൊക്കെ ചൂടായി കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ പച്ചമുളക് ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 സവാള കൊത്തി അരിഞ്ഞ് വെച്ചേക്കണേ കേട്ടോ. സവാളയും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ അതിലേക്ക് നമ്മളൊരു 2 വറ്റൽമുളകും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ടായിരുന്നേ. അപ്പോൾ ഇത് വഴറ്റുന്ന സമയം കൊണ്ട് നമ്മുടെ കപ്പ ഒരു സൈഡ് വെന്തായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പോയി നമ്മൾ കപ്പയുടെ വെള്ളമൊക്കെ നോക്കി തിരിച്ച് വന്നപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ മൊത്തത്തിലൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് നമ്മളതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ അടുത്ത് മല്ലിപ്പൊടി, 1 സ്പൂൺ നമ്മുടെ മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതിനെ മൂപ്പിക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മളതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടെല്ലാം വഴണ്ട് സെറ്റായി വന്നിട്ടോ. നമ്മളിനി അതിലേക്ക് ഗ്രൗണ്ട് ബീഫ് ഇടാൻ പോകാം കേട്ടോ. ഗ്രൗണ്ട് ബീഫും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കിയിട്ട് നമ്മളതിനൊന്ന് മൂടി വയ്ക്കാൻ പോകാം കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാനില്ല, നമ്മൾ മൂടി വെച്ച് ഇതാക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ആ നെയ്യും ഒക്കെ ഒന്ന് ഇറങ്ങി സെറ്റായിട്ട് വന്നോളും. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് വരെ ആട്ടോ മൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 20 മിനിറ്റും കൊണ്ട് സംഭവം നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കപ്പയൊക്കെ കൂടി ഒന്ന് ഇട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ലാസ്റ്റ് കുറച്ച് മല്ലിയിലൊക്കെ അതിൻ്റെ മേലിലിട്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചെറിയ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഒനിയനും വിനീഗറൊക്കെ ഒഴിച്ച് അതും കൂടെ മിക്സ് ചെയ്താട്ടോ നമ്മൾ കഴിച്ചത്. അപ്പോൾ ഗ്രൗണ്ട് ബീഫ് വെച്ച് ഇതുപോലെ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം അടിപൊളിയാണ്.